ഹായ്, വെൽക്കം ടു വാച്ച്മാൻ. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് XKS മോഡിൻ്റെ ഒരു പെർട്ടിക്കുലർ മോഡിഫിക്കേഷൻ കിറ്റിൻ്റെ ഒരു റിവ്യൂവും ഒരു ബിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കുറേ നാളായിട്ട് ഈ ചാനലിൽ വീഡിയോസ് ഒന്നുമില്ല. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അല്ല കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ ഈ പെർട്ടിക്കുലർ വാച്ചിൻ്റെ മോഡിഫിക്കേഷൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാസിയോൻ്റെ ഒരു പോപ്പുലർ മോഡലാണ് A168. ഈ പെർട്ടിക്കുലർ വാച്ചിൻ്റെ മോഡിഫിക്കേഷൻ കിറ്റാണ് ഞാൻ XKS മോഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ വാച്ചിൻ്റെ കുറച്ച് പോരായ്മകൾ ഈ മോഡിഫിക്കേഷൻ കിറ്റ് വഴി നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഈ വാച്ച് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഒരു $30 അല്ലെങ്കിൽ ഒരു 2500-3000 ഇന്ത്യൻ റുപ്പീസിന് വാങ്ങാൻ പറ്റുന്ന ഒരു വാച്ചാണ്. നല്ല വാച്ചാണ്. പക്ഷേ ഇതിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാച്ചിൻ്റെ ഈ കേസ് വന്നിട്ട് ഒരു റെസിൻ കേസാണ്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് എ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അതൊരു പോരായ്മയാണ്. പിന്നെ ഈ വാച്ചിൻ്റെ ബ്രേസ്ലെറ്റ് വന്നിട്ട് ഫോൾഡഡ് ലിങ്ക്സ് ഉള്ള ബ്രേസ്ലെറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഹെയർസ് പുൾ ചെയ്യും ഈ പെർട്ടിക്കുലർ വാച്ചിൻ്റെ ബ്രേസ്ലെറ്റ്. പിന്നെ ഇതിലുള്ള വേറൊരു പെർട്ടിക്കുലർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വാട്ടർ റെസിസ്റ്റൻസ് ജസ്റ്റ് 30 meters ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോഡിഫിക്കേഷൻ കിറ്റിൽ വരുന്ന സാധനങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ പെർട്ടിക്കുലർ മോഡിഫിക്കേഷൻ കിറ്റ് നമുക്ക് എന്താ പറയുക റിസോൾവ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പെർട്ടിക്കുലർ മോഡിഫിക്കേഷൻ കിറ്റ് ഞാൻ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം, ഇതിൻ്റെ കോണ്ടൻറ്റ്സ് എന്താണെന്നൊക്കെ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ബബിൾ റാപ്പിൽ വന്നിട്ട് XKS മോഡിൻ്റെ ഒരു ബോക്സാണ്. ബബിൾ റാപ്പ് മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ബ്ലാക്സ് പേപ്പർ കാർഡ്ബോർഡിൻ്റെ ഒരു സ്ലീവാണ്. ഉള്ളിൽ ഫോം മെറ്റീരിയലിൽ നമുക്ക് എല്ലാ പാർട്സും ഉണ്ട്. അപ്പോൾ ഇവർ മോഡിഫിക്കേഷൻ പാർട്സിൻ്റെ ഒപ്പം തന്നെ അത് മോഡിഫിക്കേഷൻ നടത്താനുള്ള ടൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാ ടൂൾസും. ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇതൊരു 3 types ഓഫ് സ്ക്രൂ ഡ്രൈവേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടൂളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പണ്ടത്തെ വാച്ചിൻ്റെ മൊഡ്യൂൾ എടുക്കാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ടൂളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മുടെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂളായിരിക്കും. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബാൻഡുലിയർ സ്റ്റൈൽ ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം, സോളിഡ് സ്റ്റൈൽ ബ്രേസ്ലെറ്റ് ആണ്. വളരെ ഈ പെർട്ടിക്കുലർ വാച്ചിന് നല്ലോണം കോംപ്ലിമെൻ്റ് ചെയ്യണ ഒരു ബ്രേസ്ലെറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ക്ലാസ്പ് വന്നിട്ട് മിൽഡ് ക്ലാസ്പാണ്. നമുക്ക് ലേറ്റർ ഈ വാച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, വളരെ എന്താ പറയുക, നമ്മുടെ പെർട്ടിക്കുലർ കേസിന് നല്ലോണം കോംപ്ലിമെൻ്റ് ചെയ്യണ ഒരു ബ്രേസ്ലെറ്റ് ആണത്. ബ്രേസ്ലെറ്റ് ഞാൻ വെച്ചു തിരിച്ച്. പിന്നെ വന്നിട്ട് നമുക്കൊരു ചെറിയ പ്ലാസ്റ്റിക് ബോക്സിൽ ഈ പെർട്ടിക്കുലർ വാച്ചിൻ്റെ ഒരു ഫേസ് പ്ലേറ്റ്. നമ്മുടെ ഈ പെർട്ടിക്കുലർ A168 എന്ന് പറയുന്ന വാച്ചിൻ്റെ ഈ മുന്നത്തെ ഈ ഇതൊരു ക്രിസ്റ്റൽ അല്ല, ഇതൊരു അക്രിലിക് ക്രിസ്റ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഈ ഫേസ് പ്ലേറ്റ് ശരിക്കും ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ അത് പെയിൻറ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഈ ഫേസ് പ്ലേറ്റ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. നമുക്ക് കൂടി ഇതിൻ്റെ ഉള്ളിലെ ഈ മൊഡ്യൂളാണ് നമുക്ക് എടുത്ത് മാറ്റി ഈ പുതിയ മോഡിഫിക്കേഷൻ കിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോബബ്ലി കേസ് ബാക്കും നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഓൾറെഡി കേസ് ബാക്കും വാങ്ങിച്ചിട്ടുണ്ട് XKS മോഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫേസ് പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം. കാസിയോ ബ്രാൻഡിങ് ഉണ്ടാവില്ല ഫേസ് പ്ലേറ്റിൽ, കാരണം അതൊരു തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർക്ക് കാസിയോൻ്റെ ബ്രാൻഡിങ് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് കേസ്. ഇതൊരു സോളിഡ് സ്റ്റീല് സഫയർ ക്രിസ്റ്റൽ. ഇത് സഫയർ ക്രിസ്റ്റൽ ആട്ടോ. സഫയർ ക്രിസ്റ്റലുള്ള ഒരു പെർട്ടിക്കുലർ കേസാണ്. പിന്നെ ഇവിടെ ഒരു കേസ് ബാക്ക് നിങ്ങൾക്ക് കാണാം. അതിൽ XKS മോഡിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. വാട്ടർ റെസിസ്റ്റൻസ് 10 bar ആണ്, 100 meters. പിന്നെ ഇതിൽ എഴുതിയാണത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇവർ ഇതുമായുള്ള ഒരു കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് ആണ്. അതിൻ്റെ ഹാർഡ്നെസ് 1000 HV ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഈ കേസ് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി കേസ് ഫിനിഷുകളുണ്ട്. പോളിഷ്ഡ് ഉണ്ട്, ബ്രോൺസ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് PVD കോട്ടിംഗ് ഉണ്ട്, ഗോൾഡിൻ്റെ PVD കോട്ടിംഗ് ആയിട്ടുള്ള കേസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലിപ്പോൾ കേസും ബ്രേസ്ലെറ്റും വന്നിട്ട് രണ്ടും സാറ്റിൻ ഫിനിഷ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രഷ്ഡ് ഫിനിഷ് സ്റ്റൈലാണ്, പോളിഷിംഗ് ആണ് ഇതിന് കൊടുത്തത്. അപ്പോൾ ഈ കേസും ഈ ബാൻഡും നല്ല രീതിയിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കേസ്, ബാൻഡ്. പിന്നെ അടുത്ത് വരുന്ന മെറ്റീരിയൽ നമുക്ക് ഈ സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ് ബാർസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മുടെ കേസ് ബാക്ക് തിരിച്ച് അറ്റാച്ച് ചെയ്യണ സമയത്ത്, മൊഡ്യൂൾ ഇട്ടിട്ട് തിരിച്ച് അറ്റാച്ച് ചെയ്യണ സമയത്ത് ഈ 100 meters വാട്ടർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 റബ്ബർ വാഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കേസ് ബാക്ക് തിരിച്ച് നമ്മുടെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി, കേസിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സ്ക്രൂസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വരാം. ഗ്ലൗസ് അല്ല, ഫിംഗർ ഗ്ലൗ ഇട്ടിട്ട് വരാം, ഇനി അധികം ഡസ്റ്റ് ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടി. ബാക്കി മോഡിഫിക്കേഷൻ വീഡിയോ ഇപ്പോൾ തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ A168 വാച്ച്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കേസ് ബാക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മൊഡ്യൂൾ എടുത്ത് മാറ്റാൻ പോവാണ്. അത് വളരെ ഈസിയാണ്. ഈ മോഡിഫിക്കേഷൻ എസ്പെഷ്യലി എന്താ പറയുക, ഔട്ട് ഓഫ് ദി ബോക്സ് മോഡിഫിക്കേഷൻ കിറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാ ടൂൾസും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇതിൻ്റെ സ്ക്രൂസ് ഒന്ന് അഴിച്ച് മാറ്റാണ്. ഓക്കെ, ഫസ്റ്റ് സ്ക്രൂ ഡൺ, സെക്കൻഡ് സ്ക്രൂ ഡൺ, തേർഡ് സ്ക്രൂ ഡൺ, ഫോർത്ത് സ്ക്രൂ. ഓക്കെ, അപ്പോൾ എല്ലാ സ്ക്രൂകളും ഞാൻ അഴിച്ചു മാറ്റി. എല്ലാ സ്ക്രൂകളും അഴിച്ചു മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വാഷറുണ്ട്. നമ്മൾ ഈ വാഷർ തന്നെയാണ്, ഈ മോഡലുള്ള വാഷർ തന്നെയാണ് നമ്മുടെ മോഡിഫിക്കേഷൻ കിറ്റിലും പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മുടെ മൊഡ്യൂള്. അപ്പോൾ ഇവിടെ മൊഡ്യൂളിൽ ഇപ്പോൾ A168 കേസിലാണെങ്കിൽ 1 2 3 ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഗ്യാപ്പ് കാണാം. ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നമ്മുടെ പ്രൊവൈഡ് ചെയ്താണ്, ഈ മോഡ് കിറ്റിൽ പ്രൊവൈഡ് ചെയ്താണ്, സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂള് പുറത്തേക്ക് വരും. അധികം പ്രഷറൊന്നും കൊടുക്കണ്ട, അപ്പോൾ അതൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. യെസ്, നമ്മുടെ മൊഡ്യൂൾ വന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ പെർട്ടിക്കുലർ മൊഡ്യൂൾ. അപ്പോൾ ഞാനിത് അപ്സൈഡ് ഡൗൺ വയ്ക്കുകയാണ്, ഡസ്റ്റ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. അത് നമുക്ക് മാറ്റിയിരിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ XKXൻ്റെ കേസ് ബാക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് സ്ക്രൂസ് ലിഫ്റ്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, XKXൻ്റെ സ്ക്രൂസും കാസിയോയിൽ പ്രൊവൈഡ് ചെയ്യണ സ്ക്രൂസും രണ്ടും 2 ടൈപ്പ് സ്ക്രൂസാണ് കേട്ടോ. അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ ത്രെഡൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും XKXൻ്റെ മോഡിഫിക്കേഷൻ കിറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അവരുടെ തന്നെ സ്ക്രൂസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ നൈസായിട്ട് ഓക്കെ ഫുള്ളായിട്ട് പോന്നിട്ടില്ല. ഓക്കെ, സ്ക്രൂസ് മാറ്റി. നമുക്ക് കമ്പനി തന്നെ ഓൾറെഡി ഇതിലൊരു ഫിറ്റഡ് ഗ്യാസ്കറ്റ് കൊടുക്കുന്നുണ്ട്, നമുക്ക് കണ്ടോ, ഒരു ബ്ലാക്ക്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഫേസ്. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഫേസ്. അപ്പോൾ നമ്മൾ ഇനി കറക്റ്റായിട്ട് വാച്ച് ഇങ്ങനെ വെക്കുക, അതായത് സ്ട്രെയിറ്റ് പൊസിഷനിൽ. എന്നിട്ട് നമ്മുടെ ഫേസ് പ്ലേറ്റ് വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്യണം. കാരണം ഫേസ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഇച്ചിരി ടഫായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. കാരണം കറക്റ്റ് ഇത് ആ സ്പോട്ടിൽ പോയി ഇരിക്കുകയാണ് ഇതിൻ്റെ ഈ ഡിസൈൻ അനുസരിച്ച്. അപ്പോൾ ഫേസ് പ്ലേറ്റ് ഞാൻ എടുത്തത് ഇങ്ങനത്തെ ഒരു ഫേസ് പ്ലേറ്റാണ്. നിങ്ങൾക്ക് കാണാം ഇത് കാസിയോ ബ്രാൻഡിങ് ഇല്ല, പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്.
ഫേസ് പ്ലേറ്റ്, ജെൻറ്റിലായിട്ട് കൈകൊണ്ടൊരു ടാപ്പ് കൊടുത്താൽ മതി. ഫേസ് പ്ലേറ്റ് കറക്റ്റ് അലൈനായിട്ടിരിക്കും. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബാക്ക് വെച്ച് ഒന്ന് തള്ളിക്കൊടുക്കാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫ്ലഷ്ഡ് ഔട്ടായിട്ടാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഫേസ് പ്ലേറ്റ് തിരിച്ചെടുക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഈ ഡെസ്കുമേ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരേണ്ടതാണ്. പക്ഷെ അതിപ്പോൾ ശരിക്കും ഗ്രൂവിൽ പോയി ഇരിക്കുകയാണ്. ഓക്കെ, ഗ്യാസ്കറ്റ് പോന്നു. അത് നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മൊഡ്യൂൾ എടുക്കാം. മൊഡ്യൂൾ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരു കാര്യം, ഇപ്പോൾ ഈ സൈഡിൽ 2 ബട്ടൺസ് ഉണ്ടല്ലോ. അപ്പോൾ ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ആ സൈഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്യണതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇൻസേർട്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്തു. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഓക്കെ ആയിരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ ബട്ടൺസും ഫങ്ഷൻ ചെയ്യണ്ടോന്ന് നോക്കട്ടെ. ഓക്കെ, ലൈറ്റ് ഓക്കെ, മോഡ് ബട്ടൺ ഓക്കെ, ഈ ബട്ടൺ 24 hour ബട്ടണും പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ബട്ടൺസും വർക്കിംഗ് ആണ്. നമുക്കിനി നൈസായിട്ട് ഇതിൻ്റെ ഈ ഗ്രൂവിലേക്ക് ഈ വാഷർ ഇടാം. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. അതിൻ്റെ ആ കറക്റ്റ് ആ വാഷർ ആ ഗ്രൂവിൽ ചെന്ന് പ്ലേസ് ആയിക്കോളും. ജസ്റ്റ് ഒന്നൊരു സിമ്പിൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് കൊടുത്തു വിട്ടാൽ മതി. കുറച്ചൊരു ട്രയൽ ആൻഡ് എറർ റെക്കോർഡ് ചെയ്യണത് കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഗ്രൂവിൽ അത് വെച്ചു. ഇനി നിങ്ങളുടെ ഫേസ് പ്ലേറ്റ് കേസ് ബാക്ക് എടുക്കുക. കേസ് ബാക്ക് അലൈൻ ചെയ്ത് വയ്ക്കുക. ഞാൻ അലൈൻ ചെയ്ത് വെച്ചിട്ട് സ്ക്രൂ ഇടുക. ഞാനിപ്പോൾ ഇടുന്നത് ക്രോസ് സെക്ഷൻ സ്ക്രൂസാണ് ഫസ്റ്റ് ഫിറ്റ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഈ ഡയഗണൽ സ്ക്രൂസും ഒരു ഓൾമോസ്റ്റ് 80-60%, 70-80% ഫാസ്റ്റൺ ചെയ്തതിന് ശേഷം അടുത്ത ഡയഗണൽ സ്ക്രൂസും ഫാസ്റ്റൺ ചെയ്യാം. ഓക്കെ,
വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ക്രൂസാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ത്രെഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റും. അപ്പോൾ പയ്യെ ചെയ്താൽ മതി, ടൈം എടുത്ത്. ഓക്കെ, ഒരു സ്ക്രൂ ഞാൻ ടൈറ്റ് ആക്കി, അതിൻ്റെ ഡയഗണലും ടൈറ്റ് ചെയ്തു. നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്ത 2 സ്ക്രൂസ് അതും ടൈറ്റൻ ചെയ്തു. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. സൗണ്ട്സ് എല്ലാം വർക്കിംഗ് ആണ്, ലൈറ്റ് ഉണ്ട്, ആൾ ഗുഡ്, 24 hour ആൾ ഗുഡ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ക്രിസ്റ്റലിൻ്റെ മുകളിലുള്ള ഇത് എടുത്തു മാറ്റി കാണിച്ചു തരാം. ഇതാണ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ലുക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? സഫയർ ക്രിസ്റ്റലാണ്, സോളിഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫുൾ കേസ് ബാക്കും ഫുൾ സോളിഡ് സ്റ്റീലായി. ഇപ്പം ഇനി ഈ വാച്ചിന് ആകെ വരുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കാസിയോ പറയുന്നത് 7 years ആണ്. അപ്പം 7 yearsൽ നിങ്ങൾ സെല്ലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, വേറെ മെയിൻ്റനൻസ് ഒന്നും ഈ പർട്ടിക്കുലർ വാച്ചിന് ഇനി വരുന്നില്ല. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ബാൻഡലിയർ ബ്രേസ്ലെറ്റ് ഇതിലിട്ട് കാണിക്കാം. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ബ്രേസ്ലെറ്റ്. ഞാൻ ക്വിക്കലി ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫിലിമൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. നല്ല ക്വാളിറ്റിയുള്ള ബ്രേസ്ലെറ്റാണ് കേട്ടോ. അത് ഈ പെർട്ടിക്കുലർ കേസിന് എനിക്ക് തോന്നി H-Link ബ്രേസ്ലെറ്റിനേക്കാളും കുറച്ചും കൂടി കോംപ്ലിമെൻ്റ് ചെയ്യണ ബ്രേസ്ലെറ്റ് ഡിസൈൻ ബാൻഡലിയർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഞാൻ ബാൻഡലിയർ വാങ്ങിച്ചത്. പ്രൊട്ടക്റ്റീവ് ഫിലിം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേസിന് നല്ലോണം കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ് ഈ ബാൻഡലിയർ സ്റ്റൈൽ ബ്രേസ്ലെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് പെട്ടെന്ന് തന്നെ അയച്ചു തന്ന XKX മോഡിന് ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾ പോയിട്ട് XKX മോഡ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവരുടെ കയ്യിൽ ഒത്തിരി മോഡിഫിക്കേഷൻ കിറ്റ്സും കാര്യങ്ങളും ഉണ്ട്, എസ്പെഷ്യലി ഫോർ കാസിയോ റെട്രോ മോഡൽസിന്, പിന്നെ നമ്മുടെ സേക്കോൻ്റെ XKX വാച്ചുകൾക്ക്, പിന്നെ ആപ്പിൾ വാച്ചസിന്, പിന്നെ കാസിയോ മറ്റേ നമ്മുടെ G-Shock മോഡൽസില്ലേ, കാസിയോക്ക് മോഡൽസിൻ്റെ എല്ലാം ഉണ്ട്. ഒത്തിരി മോഡിഫിക്കേഷൻ കിറ്റ്സ് ഉണ്ട്, വേർത്തിട്ടാണ്. വൺസ് ഒരു കാസിയോ വാച്ച് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ കിറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് എ ലൈഫ് ലോങ് വാച്ച് ഫോർ യു. ഈ ഒരു കേസിനും ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെയും കൂടി മോഡിഫിക്കേഷൻ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളതൊരു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു പെർഫെക്റ്റ് വാച്ചാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ, സി യു ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.